ചങ്ങായിമാരെ 2 ദിവസത്തിൽ 2 തവണ നിങ്ങൾക്ക് എയർ പോകാൻ പറ്റുമോ? അതായത് ബഹിരാകാശത്ത് പോകാൻ പറ്റുമോ? പറ്റില്ലല്ലോ. പക്ഷെ നമ്മളെ വിശകല ടീച്ചറില്ലേ, വിശകലനെ കൊണ്ട് പറ്റും. ആരാണ് ഈ 2 തവണ നമ്മളെ വിശകലന എയർ കൊണ്ടുപോയെന്ന് അറിയോ? നമ്മളെ അൻസാരി ഉസ്താദാണ് നമ്മളെ വിശകലന ടിക്കറ്റും പാസ്പോർട്ടും ഒന്നും ഇല്ലാണ്ട് എയറിലേക്ക് കൊണ്ടുപോയത്. മിനിഞ്ഞാന്ന് വിശകല ചൊറിഞ്ഞിന് അൻസാരി ഉസ്താദ് നല്ല മറുപടി കൊടുത്തിട്ട് വിശകലനെ എയർ കൊണ്ടുപോയതാണ്. അതിനുശേഷം ഇന്നലെയും നമ്മളെ വിശകല വന്നിട്ട് അൻസാരി ഉസ്താദിനെ ചൊറിഞ്ഞി. അൻസാരി ഉസ്താദിനെ ചൊറിയാൻ വേണ്ടിട്ട് 2-3 ചോദ്യങ്ങൾ ചോദിച്ചു. അൻസാരി ഉസ്താദ് ആ ചോദ്യങ്ങൾക്കും വളരെ മനോഹരമായി മറുപടി കൊടുത്തിട്ട് നമ്മളെ വിശകലന വീണ്ടും എയറിലേക്ക് കൊണ്ടുപോയി. നമുക്കന്തരം നമ്മളെ വിശകല അൻസാരി ഉസ്താദിനോട് ചോദിച്ച ആ വൃത്തികെട്ട കുറച്ച് ചോദ്യങ്ങൾ കേട്ടിട്ട് വന്നല്ലോ. ആദ്യത്തെ ആ വൃത്തികെട്ട ചോദ്യം ഇതാണ്: ഉസ്താദെ, മൂലനക്ഷത്രത്തിൽ സ്വർണം കടന്ന വിദ്യ അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഉസ്താദെ, അല്ലെങ്കിൽ അത് അവരെവിടുന്ന് പഠിച്ചതാണെന്ന്. ഈ ചോദ്യത്തിന് ഉസ്താദ് അതിമനോഹരമായ മറുപടി കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ വേറൊരു ചോദ്യത്തിനും ഉസ്താദ് മറുപടി കൊടുക്കുന്നുണ്ട്. ആ 2 മനോഹരമായ ഉത്തരങ്ങൾ നമുക്ക് കേട്ടിട്ട് വന്നാലോ. വല്ലാത്തൊരു ചോദ്യമായിപ്പോയി. ടീച്ചറെ സ്ക്രീനിലേക്ക് നോക്കിക്കോ. MDMA-യുമായി കൊല്ലത്ത് പിടികൂടിയ യുവതിയുടെ ജനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിലും ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് വൈദ്യപരിശോധനയിൽ. ഇതിപ്പോ സ്വർണം, ഇതിപ്പോ MDMA ആണ്. വിശാലമായ ഷോറൂം ലഭിച്ചത്. മൂലത്തിൽ വെക്കാൻ ടീച്ചറെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, പോയാൽ ശരിയാതില്ല. പെണ്ണ് പിടിക്കരുതെന്ന് മദ്രസയിൽ പഠിപ്പിച്ചില്ല ഉസ്താദെ, എന്നിട്ട് എന്തേ പോക്സോ കേസുകൾ പത്രങ്ങളിൽ നിറയുന്നത് ഉസ്താദെ? കൊല നടത്തരുതെന്ന് മദ്രസയിൽ പഠിപ്പിച്ചില്ല ഉസ്താദെ, എന്നിട്ട് എന്തേ ഒരുത്തൻ ഉമ്മാനെയും സ്വന്തം കൂടപ്പുറപ്പിനെയും കാമുകയെ കൊന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ നോക്കി ജയിലായി ഉസ്താദെ? അപ്പം ടീച്ചർ വീണ്ടും പറയുന്നത് ഇങ്ങനെ മദ്രസയിലേക്ക് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ 100% പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ എന്നാണ്. ഓക്കെ, ഞങ്ങളുടെ പരാജയമാണെന്ന് വിചാരിക്കാം, കഴിയുന്നില്ല എന്ന് വിചാരിക്കാം. ടീച്ചറെ ഇതൊന്നും പാടില്ല എന്ന് ശാഖയിൽ പഠിപ്പിച്ചിട്ട് ഇപ്പൊ ടീച്ചർ പീഡനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഓക്കെ ശരി, ടീച്ചർ സ്ക്രീനിലോട്ട് നോക്കിയേ. വാടക വീട്ടിലെത്തിച്ച് ഒരു കുട്ടിയെ പീഡിപ്പിച്ച BJP-കാരൻ റിമാൻഡിൽ, പ്രതി ബാലഗോകുലം കുമാരനല്ലൂർ മേഖലാ കമ്മിറ്റി അംഗം. നിങ്ങളുടെ പ്രത്യേക ആശയങ്ങൾ പഠിപ്പിക്കുന്നവനായിട്ട് പോലും കുട്ടീനെ പീഡിപ്പിച്ച വാർത്തയാണത്. സ്കൂളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലതവണ പീഡിപ്പിച്ചു. പത്മശ്രീ ജേതാവായ സന്യാസിക്കെതിരെ ബലാത്സംഗ പരാതി. അടുത്തത് പിന്നെ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഒരു നീണ്ട നിര തന്നെ. ഇനി അടുത്ത് തൃശൂർ കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗികാതിക്രമം, അധ്യാപകരെതിരെ പോക്സോ കേസ്. ടീച്ചർ ഒരൊറ്റ വ്യൂയിലൂടെ മാത്രം കാണുന്നുണ്ടാ, ചുറ്റോട്ടൊക്കെ തിരക്കണമെന്നേ. അടുത്ത ദിവസം 20-ലേറെ പേർക്ക് സേവനം. UP-യിൽ BJP നേതാവിന്റെ ഫ്ളാറ്റിൽ നിന്ന് വൻ സെക്സ് റാക്കറ്റ് പിടി. സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലേ. അടുത്ത് ലൈംഗിക പീഡന പരാതി, ഒളിവിലായിരുന്ന സ്വാമി ചൈതന്യാനന്ദ സരസ്വതി അറസ്റ്റിൽ. അടുത്ത ആശ്രമത്തിന് മറവിൽ കഞ്ചാവ് വിൽപ്പന, സ്വയം പ്രഖ്യാപിത യോഗ ഗുരു അറസ്റ്റ്. ചിരിയെ കണ്ട. ഇനി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു വാർത്തയുണ്ട്, രസകരമായ വാർത്ത. അത് ഞാൻ ടീച്ചർ അത് കാണിച്ചില്ലെങ്കിൽ ഒരു സുഖവും കിട്ടത്തില്ല. രക്ഷാബന്ധൻ തെളിവായി, കുളിമുറി ദൃശ്യം പകർത്തിയ പ്രതി പിടിയിൽ. ആ ചരട് കെട്ടിക്കൊണ്ടേ കുളിമുറിയിൽ ഇങ്ങനെ വലിഞ്ഞു കയറി ഒരു പെണ്ണിനെ കുളിസി പിടിക്കാൻ നോക്കിയതാ. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ചരട് വന്ന് തിളങ്ങുന്നു. അത് തെളിവായി, ആളെ കിട്ടിയെന്ന് നോക്കി. യുവതിയുടെ കുളിമുറി ദൃശ്യം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പകർത്തിയ സംഘപരിവാറുകാരൻ അറസ്റ്റിൽ. അപ്പം ഈ ഇത്തരം തോന്നിയാസങ്ങളൊന്നും പാടില്ല എന്നല്ലേ ശാഖ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഇവനിങ്ങനെ വഴിവിളിച്ചു പോയത്, ഇവനെങ്ങനെ കുളിമുറിയുടെ വെന്റിലേഷനിലേക്ക് വലിഞ്ഞു കയറിയത്? ടീച്ചർ മറുപടി പറയുന്നത് പ്രതീക്ഷിക്കുന്നു. ഈ 2 ചോദ്യത്തിനും അൻസാരി ഉസ്താദ് എടുക്കുന്ന മറുപടി കിട്ടിയ ശേഷം നമ്മളെ വിശകലി എന്താ ചിന്തിക്കുന്നത് അറിയാം. പുല്ല് വേണ്ടായിരുന്നു, മൂർക്കം പാമ്പിനെയാണല്ലോ ചവിട്ടിയത്, എന്നെ ദൈവമേ എന്നാണ് നമ്മളെ വിശകലി ഇപ്പൊ ചിന്തിക്കുന്നത്. നമുക്കിനി വിശകലിയുടെ അടുത്ത പൊട്ട ചോദ്യവും അൻസാരി ഉസ്താദിന്റെ മനോഹരമായ മറുപടിയും കേട്ടിട്ട് വരാം. ടീച്ചർ ചോദിച്ചത് ഒരുത്തൻ ഉമ്മാനെയും പെങ്ങളെയൊക്കെ കാമുകിനെയൊക്കെ വെട്ടിക്കൊന്നൊക്കെ പറഞ്ഞു. ഓക്കെ ശരി, ടീച്ചർ പറയുന്നത് മദ്രസയിൽ പഠിച്ചതുകൊണ്ട് 100% ഓക്കെ ആയിരിക്കണമെന്നാണ്. ഞങ്ങൾ പറഞ്ഞങ്ങനല്ല, നല്ല വഴിയിലും പോകും, നമ്മൾ നല്ലത് പറഞ്ഞു കൊടുക്കുക, നല്ല വഴിയിലും പോകും, കുട്ടികൾ പഠിച്ചും പോകും. ടീച്ചർ പറഞ്ഞ പ്രകാരമാണ് എങ്കിൽ നമ്മുടെ ഇന്നിപ്പം എന്ന വാർത്ത. മാവേലിക്കരയെ നടക്കി അതിക്രൂര കൊലപാതകം, അമ്മയെ മകൻ തല്ലിക്കൊന്നു. തല്ലുമല പുതുച്ചിറ സ്വദേശിയായ 69-കാരി കനകമ്മ സോമരാജനാണ് കൊല്ലപ്പെട്ടത്. ആ അമ്മയെ കൊന്നത് ഏകമകൻ കൃഷ്ണദാസ്. ഇനിയിപ്പം കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് നടന്നൊരു വാർത്തകളുണ്ടല്ലോ, അങ്ങോട്ട് പറയാം. ആലപ്പുഴ മുതുകുളത്ത് ഞങ്ങളുടെ കായംകുളം ഭാഗത്ത് അച്ഛനെ വെട്ടിക്കൊല്ലുകയും അമ്മയെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിലെ പ്രതി നവജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് വൈകും. അഭിഭാഷകനാണ്. അച്ഛനെ വെട്ടിക്കൊന്നു, വികൃതമാക്കി കളഞ്ഞു. അമ്മ ഹോസ്പിറ്റലുമാണ്, അമ്മേനെയും വെട്ടിയിരുന്നു. അപ്പൊ ഇതൊന്നും മദ്രസയിൽ പഠിച്ചതുകൊണ്ട് മാറുന്ന സംഗതിയോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിക്കാതിരിക്കുന്നതുകൊണ്ട് ചെയ്യാതിരിക്കലോ ഒന്നുമല്ല. ഇത് മനുഷ്യന്റെ വൈകൃതമാണ്. അടുത്തത് തിരുവനന്തപുരത്ത് അച്ഛനെ മകൻ അടിച്ചു കൊലപ്പെടുത്തി. കുറ്റിച്ചാൽ സ്വദേശി രവിയാണ് 65 കൊല്ലപ്പെട്ടത്. പ്രതി മകൻ നിഷാദ് അറസ്റ്റിൽ. അപ്പൊ ടീച്ചർ ഇതൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ മദ്രസയിൽ മാത്രമാണ്, അല്ലെങ്കിൽ മദ്രസയിൽ പഠിച്ചതുകൊണ്ട് കുട്ടികൾ 100% ഉണ്ടെന്ന് നിങ്ങൾ വാശിന്ന് പിടിക്കരുത്. ഇതൊക്കെ ഇവിടെ നടക്കും, മനസ്സിലായോ? പിന്നെ ടീച്ചർ ആ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. സക്കാത്ത് ഭിക്ഷയാണെന്നാണോ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദെ? ആ പാവ ഉമ്മമാർ ചാക്കുമായി തെണ്ടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഉസ്താദെ? ടീച്ചറെ, ഈ പർദ്ദ ഇട്ടുകൊണ്ട് പോകുന്ന ആളുകളെല്ലാം നിങ്ങൾ മുസ്ലിം ആണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് നോക്കിയേ, നോക്ക്. എന്താ പേര്? ഉണ്ണികൃഷ്ണൻ. ആ മുഖത്തെ ചൈതന്യം നോക്കിയേ. എവിടുത്തെ പൂജാരിയാണെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. പർദ്ദ ഇട്ടുണ്ടിറങ്ങിയത്. പർദ്ദ ഇടുന്നവരെല്ലാം മുസ്ലിമാണെന്ന് വിചാരിക്കണ്ട. എന്റെ പൊന്നി ടീച്ചറെ, ഈ ചാക്ക് എടുത്തുകൊണ്ട് പോയാൽ പോലും
അങ്ങനെ പോകാൻ പാടില്ല എന്നാണ്. സക്കാത്ത് ഒരു മനുഷ്യന്റെ അവകാശമാണ്, ഔദാര്യമല്ല. അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണമെന്നാ. ഇനി ഏതെങ്കിലും സ്ത്രീകൾ പോകുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് പ്രതീക്ഷയുണ്ടല്ലോ. ഇതുപോലെ പർദ്ദ ധരിച്ച് പോകുന്ന മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്, എനിക്കറിയാം. അവർ മുസ്ലിമിന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ഒരു പട്ടി എങ്കിലും വെള്ളം കുടിക്കാൻ ശശികല ടീച്ചറുടെ മുമ്പിൽ വരലുണ്ടോ? പട്ടി തെരുവിലൂടെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു പ്രതീക്ഷയില്ല. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് സന്ധ്യാപ്രാർത്ഥന, ഒരു മഗ്‌രിബിന്റെ, ഞങ്ങൾ അങ്ങനെ പറയാം, ഒരു സന്ധ്യാ ബാങ്കുണ്ടല്ലോ, ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു സ്ത്രീയും ഒരു കുട്ടിയും എന്റെ റൂമിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഇരുന്ന് സംസാരിച്ചു. അവരുടെ പ്രയാസങ്ങളൊക്കെ അവർ എന്നോട് പറഞ്ഞു, പരിഹരിക്കാമെന്ന് പറഞ്ഞു. ഇത് നമ്മളെ തേടി വരികയാണ്, നമ്മൾ അവരെ തേടി പോലും ഇങ്ങോട്ട് വരികയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ശശികല ടീച്ചർ നിങ്ങളെ തേടി ആരെങ്കിലും വരുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? വന്നിട്ട് ഒരു കാര്യമില്ലെന്നറിയാം. ഈ വായുതൊരു നല്ല വാക്ക് പോലും കിട്ടത്തില്ലെന്ന് ആർക്കറിയാൻ വയ്യാത്തത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ടീച്ചർ ഭീകരവാദവും തീവ്രവാദവും അതൊക്കെ പാടില്ലെന്നല്ലേ പിന്നെ മദ്രസ പഠിപ്പിക്കുന്നവർ. ഞങ്ങൾ തീവ്രവാദം ഭീകരവാദം പാടില്ല എന്ന് തന്നെയാണ് കുട്ടികൾ പഠിപ്പിക്കുന്നത്. അതിന്റെ ഗുണമാണ് ഞങ്ങൾ ആരും രാജ്യത്തെ ഒറ്റിക്കൊടുത്തതിന്റെ പേര് പിടിക്കുന്നില്ല. അതേ നോക്കി, ഇതാരാ നോക്കി, നമ്മുടെ ഈ മുത്തുമണി മുഖത്തേക്ക് നോക്കിയാൽ ഇതിനെ നോക്കി. പാക് ഏജന്റുമാർക്ക് വർഷങ്ങളോളം രഹസ്യങ്ങൾ കൈമാറി ചാരന്മാർക്കൊപ്പം വിദേശത്ത് കറക്കവും. ജ്യോതി മൽഹോത്ര ഒരു പാർട്ടിയുടെ കൊടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഇപ്പോൾ വൈറലാണ്. അത് നോക്കിയാൽ മതി, ഇത് പാർട്ടിയുടെയാണെന്ന്. ഇവർ കേരളത്തിൽ വന്നിരുന്നു വന്ദേ ഭാരത് ഉദ്ഘാടനത്തിന്. ഇവിടുത്തെ ഏത് കേരള രാഷ്ട്രീയത്തിൽ ഏത് നേതാക്കന്മാർക്ക് ഒപ്പമായിരുന്നു ജ്യോതി മൽഹോത്ര. ഇനി അത് കഴിഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂറിന്റെയും ചാരപ്പണി, നാവികസേന ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ വിശാൽ യാദവ്. എന്ത് പറയണം ടീച്ചറെ? അപ്പൊ അതുകൊണ്ട് ടീച്ചറെ നിങ്ങളുടെ ചോദ്യങ്ങൾ, പിന്നെ നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ നരകത്തിലാണെന്നും മറ്റുള്ളവർ മോശമാണെന്നും ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങളെല്ലാവരും ഉൾക്കൊള്ളുന്നവരാണെന്ന് പറയുന്നവരാണെന്നൊക്കെ ടീച്ചർ തള്ളിവിടുന്നുണ്ട്. വേറെ പറയുന്ന ആളുകളെ പറ്റിക്കാൻ നോക്ക്. ഇതാരാ നോക്കിയേ, പ്രജ്ഞാൻ സിംഗ് താക്കൂർ പറയുന്നത്, അഹിന്ദുക്കളുടെ വീട്ടിൽ പോകാൻ പെൺമക്കൾ അനുവദിക്കരുത്, മക്കൾ അനുസരിച്ചില്ലെങ്കിൽ അവരുടെ കാല് തല്ലി പിടിക്കണം. അഥവാ മറ്റ് സമുദായങ്ങളുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കാല് തല്ലി പിടിക്കണം നിങ്ങളുടെ നേതാവ് പറഞ്ഞത്. അതുകൊണ്ട് അവസാനിക്കുന്നില്ലെന്ന്. ഓപ്പറേഷൻ, അവൾ മുസ്ലിമാണ്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരരുത്, ഞാൻ ചികിത്സിക്കത്തില്ല. ഉത്തർപ്രദേശിൽ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ച് പരാതി. ഒരു പ്രസവിക്കാൻ കിടക്കുന്ന പെണ്ണിനെ പോലും അവിടെ മതം നോക്കിയിട്ട് തിരസ്കരിക്കുന്നത് എവിടെയാണ്? അതുകൊണ്ട് ടീച്ചറെ സംഭവം ഒക്കെ ആയിട്ടല്ലേ, തൃപ്തിയായിട്ടില്ലെങ്കിൽ ഇനി അടുത്ത് എഴുതണം. സാധനം റെഡിയാണ്, സമയം കളയത് വേഗമാട്ടെ. വിശകല ചോദിച്ച എല്ലാ ചോദ്യത്തിനും അൻസാരി ഉസ്താദ് മറുപടി പറഞ്ഞ ശേഷം വിശകല ഇപ്പൊ എന്താ ചിന്തിക്കുന്നറിയാം, എനിക്ക് എന്തിന്റെ കേടായിരുന്നു വിശകലന ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ മൂപ്പിച്ചത് ആരാണെന്നറിയാം? നമ്മളെ കൃഷ്ണരാജ് വക്കീലും നമ്മളെ പ്രതീക്ഷ വിശ്വനാഥില്ലേ, അവർ രണ്ടാളും കൂടിയിട്ടാണ്. കാരണം എന്താ അറിയാം, അവർ രണ്ടാളും കുറച്ച് ചോദ്യങ്ങൾ 2 ദിവസം മുന്നേ ഉസ്താദിനോട് ചോദിച്ചിന്. ഉസ്താദ് അതിന് നല്ല മറുപടി കൊടുത്തിട്ട് ആ രണ്ടെണ്ണത്തിനെയും എയറിലേക്ക് പറഞ്ഞു വിട്ടിന്. അപ്പൊ അവർ വിചാരിച്ചു നമ്മൾ രണ്ടാൾ എയറിലാണല്ലോ, അപ്പൊ വിശകലനെയും എയറിലേക്ക് കൂട്ടാന്ന്. അങ്ങനെയാണ് നമ്മൾ വിശകലന ആ രണ്ടാളും കൂടി മൂപ്പിച്ചിട്ട് അൻസാരി ഉസ്താദിന്റെ മുന്നിലേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങനെ ഇപ്പൊ നമ്മളെ വിശകല 2 ദിവസത്തിനുള്ളിൽ 2 തവണ എയറിലേക്കായപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മളെ സംഘികളായ കൃഷ്ണരാജ് വക്കീലും പ്രതീക്ഷ വിശ്വനാഥൻ തന്നെയാണ്. കാരണം എന്താ വെച്ചാല് നമ്മള് മാത്രമല്ല വിശകലയും കൂട്ടിണ്ടല്ലോ എന്നുള്ള സമാധാനമാണ് ആ 2 വെട്ടാവളിയന്മാർക്കും. ഇനി എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അൻസാരി ഉസ്താദിന്റെ ഒരൊറ്റ ചോദ്യമാണ്. കാരണം അൻസാരി ഉസ്താദിനോടെല്ലാം സഹായം ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കളുണ്ട്, ക്രൈസ്തവരുണ്ട്, പല മതവിഭാഗത്തിൽപ്പെട്ട പല ജാതിയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നേരെ മറിച്ച് വിശകലെ നിങ്ങളുടെ അടുത്ത് ഒരാളെങ്കിലും സഹായം ചോദിച്ചു വരുന്നുണ്ടോ? ഒരാളെങ്കിലും മുസ്ലിമിനെയും ക്രൈസ്തവനെയും ഒഴിവാക്കി ഏതെങ്കിലും ഒരു ഹിന്ദു നിങ്ങളുടെ അടുത്ത് സഹായം ചോദിച്ചു വരുന്നുണ്ടോ? ഹിന്ദുവിനെയും വിട്, നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘി, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു സംഘി നിങ്ങളുടെ സഹായം ചോദിച്ചു വരുന്നുണ്ടോ? ഒരാൾ പോലും വരില്ല. കാരണം അവർക്കൊക്കെ അറിയാം 1 രൂപയുടെ സഹായം കിട്ടില്ല. പക്ഷെ ഒരുപാട് വർഗീയത കേൾക്കാം. വർഗീയത വയറ് നിറയെ നിങ്ങൾ കൊടുക്കും, പക്ഷെ ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കില്ല നിങ്ങളെന്ന് എല്ലാവർക്കും അറിയാം. വിശകല മാത്രല്ലട്ടാ, ഈ കൃഷ്ണരാജ് വക്കീലും കണക്കാണ്, ഈ പ്രതീക്ഷ വിശ്വനാഥില്ലേ അവനും കണക്കാൻ. ഈ 3 ആൾക്കൊന്നും ഒരു നേരത്തെ ഭക്ഷണം കിട്ടൂല, പക്ഷെ വയറ് നിറയെ വർഗീയത മാത്രം കിട്ടും. അതുകൊണ്ട് നിങ്ങളെ കയ്യിലുള്ള ആകെ ആയുധമായ പച്ച വർഗീയതയിലെ ആ പച്ച വർഗീയതയുടെ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും അൻസാരി ഉസ്താദിനോട് ചോദിക്കും. അൻസാരി ഉസ്താദ് അതിനൊക്കെ നല്ല മറുപടി തന്നിട്ട് വീണ്ടും നിങ്ങൾ 3 പേരെയും എയറിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ 3 വർഗീയവാദികൾ എയർ പോകുന്നത് കാണാൻ വേണ്ടി കേരളത്തിലെ എല്ലാ മലയാളികൾക്കും ഒരുപാട് സന്തോഷമാണ്. അത് മുസ്ലിമിന് മാത്രമല്ല, ഹിന്ദുവിന് സന്തോഷമാണ്, ക്രൈസ്തവന് സന്തോഷമാണ്. നിങ്ങൾ 3 ആളും ഇങ്ങനെ ഏറെ തന്നെ സ്ഥിരതാമസായിക്കോ. ഒരു നേരത്തെ ഭക്ഷണം പോയിട്ട് 1 രൂപ പോലും ഒരാൾക്കും സഹായം ചെയ്തു കൊടുക്കാത്ത നിങ്ങൾ എല്ലാവരും സഹായിക്കുന്ന അൻസാരി ഉസ്താദിനെ ചൊറിഞ്ഞു കഴിഞ്ഞിട്ടില്ല, ഇമാതിരി പണി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് വിശകലയെ പാസ്പോർട്ടും ടിക്കറ്റും ഇല്ലാതെ എയറിലേക്ക് പറഞ്ഞയച്ച അൻസാരി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.